മരിച്ചവരിൽ 3 പേരുടെ വിവരങ്ങൾ ഇപ്പോൾ മേലുവിലാസവും പേരുമടക്കം പുറത്തുവിടുന്നുണ്ട് അധികൃതർ. അതിന്റെ വിശദാംശങ്ങളുമായി മുഹമ്മദ് സ്വാലി നമ്മോടൊപ്പം. സ്വാലി, മൊത്തം 13 പേർ മരിച്ചതിൽ 8 പേരുടെ മൃതദേഹങ്ങൾ തൃശൂർ മെഡിക്കൽ കോളേജിലുണ്ട്. അതിൽ 3 പേരുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ അധികൃതർ പുറത്തുവിടുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആ പേര് വിവരങ്ങൾ പറയാമോ? സേഫോ, 3 പേരുടെ പേര് വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് സർക്കാർ സംവിധാനങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടതല്ലെങ്കിലും നമുക്ക് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം വിശ്വസനീയമായ പേരുകളാണ്. സുദർശൻ എന്ന 54 വയസ്സുകാരനാണ് ഒന്നാമത്. അറുമുഖൻ എന്നയാളാണ് പിതാവ്. പാറക്കണ്ടിയിൽ വീട്, വെണ്ണൂർ ദേശം, പഴയന്നൂർ, തൃശൂർ എന്നതാണ് ഒരാളുടെ അഡ്രസ്സ്, പേര്. മറ്റൊരു രണ്ടാമത്തെയാൾ വാസുദേവനാണ്. 54 വയസ്സാണ് അദ്ദേഹത്തിന്. കോർമൻ എന്ന ആളുടെ മകനാണ്. മാടിപ്പുറത്ത്, കുമരനെല്ലൂർ, കച്ചൂർ, പാലക്കാട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ്. മൂന്നാമത്തെയാളുള്ളത് സുവിൻ, 40കാരനാണ് സുവിൻ. മുതുകാട്ടിൽ, കുണ്ടന്നൂർ, തൃശൂർ എന്നിങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് വരുന്നത്. ഇങ്ങനെ 3 പേരുടെ വിവരങ്ങളാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്നത്. മരിച്ചവരിൽ 3 പേരുടെ വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ 8 മൃതദേഹങ്ങൾ ഈ ആശുപത്രിയിലുണ്ട്. ഇതിൽ ബാക്കി 5 പേരുടെ പേരുകൾ ഇനിയും ലഭിക്കേണ്ടതുണ്ട്. ഈ പേരുകൾ ഫോറൻസിക് വിഭാഗം അല്പം ഉടൻ തന്നെ പുറത്തുവിടും എന്നാണ് നമുക്ക് ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഈ 8 പേരുടെയും പേര് വിവരങ്ങൾ ഉടൻ പുറത്തുവിടും. സർക്കാർ സംവിധാനങ്ങൾ ഇവരെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരെ തിരിച്ചറിയാൻ വേണ്ടി ബന്ധുക്കളെ അടക്കം ഇവിടെ എത്തിക്കുകയും ഇവരുടെ ആഭരണങ്ങളടക്കം കണ്ട് തിരിച്ചറിയുകയുമായിരുന്നു. മറ്റു അടയാളങ്ങൾ കണ്ട് തിരിച്ചറിയുകയുമായിരുന്നു. ഇനി ബാക്കിയുള്ളത് 5 ശരീരഭാഗങ്ങളാണ്. ഇത് ആരുടേതാണ് എന്നത് തിരിച്ചറിയുക എന്നതാണ് ഇനി മുന്നിലുള്ള മറ്റൊരു പ്രധാന കാര്യം. ഇതിന് DNA ടെസ്റ്റ് അടക്കം ആവശ്യമാണ് എന്ന് മന്ത്രിമാർ പൂർണ്ണതോതിൽ സൂചന നൽകുന്നുണ്ട്. ഇങ്ങനെ 5 മൃതദേഹ ഭാഗങ്ങൾ കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. ഈ 5 മൃതദേഹ ഭാഗങ്ങൾ 5 പേരുടേതാണോ, ഇനി അല്ല ഈ ഒന്നിലധികം മൃതദേഹ ഭാഗങ്ങൾ ഒരാളുടേത് തന്നെയാണോ എന്ന കാര്യത്തിലും ഇനി വ്യക്തത വരേണ്ടതുണ്ട്. DNA പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഇത്തരം വിവരങ്ങൾ നമുക്ക് പൂർണ്ണതോതിൽ ലഭിക്കുക. ശരി, എന്തായാലും മൊത്തം 13 പേരിൽ 3 പേരുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആ 3 പേരുടെ പേര് വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഒരാൾ പാലക്കാട് സ്വദേശിയാണ്, മറ്റു 2 പേരും തൃശ്ശൂർ സ്വദേശികളാണ്. ഒരാൾ 54 വയസ്സുള്ള സുദർശനാണ്, അദ്ദേഹം തൃശ്ശൂരിലെ പഴയന്നൂർ സ്വദേശിയാണ്. മറ്റൊരു തൃശ്ശൂർ സ്വദേശി സുവിൻ 40 വയസ്സാണ്, അദ്ദേഹം കുണ്ടന്നൂർ സ്വദേശിയാണ്. പാലക്കാട് സ്വദേശിയായ വാസുദേവൻ 54 വയസ്സ്, അദ്ദേഹം കുമരനെല്ലൂർ സ്വദേശിയാണ്. അങ്ങനെ മൊത്തം 8 പേരുടെ മൃതദേഹം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലുണ്ട്. അതിൽ 3 പേരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി 5 പേരുടെ പേര് വിവരവും മേൽവിലാസങ്ങളും കൂടി പുറത്തു വരാനുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ചിത്രം മരിച്ച സുദർശൻ്റേതാണ്. അദ്ദേഹം തൃശ്ശൂരിലെ പഴയന്നൂർ സ്വദേശിയാണ്, 54 വയസ്സാണ്. വെണ്ണൂർ ദേശം, പാറക്കണ്ടിൽ വീട്, വെണ്ണൂർ ദേശം എന്നതാണ് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ്. ഇനിയും 5 പേരുടെ മൃതദേഹങ്ങൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഉള്ള മൃതദേഹങ്ങളിൽ ഇനിയും 5 പേരെ കൂടി തിരിച്ചറിയാനുണ്ട്. അവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് നേരത്തെ മന്ത്രിമാർ തന്നെ പറഞ്ഞത്. പേര് വിവരങ്ങൾ പുറത്തു വരാനുള്ളത് 5 പേരുടേതാണ്. പിന്നീടുള്ളത് 5 പേരുടേതെന്ന് കരുതപ്പെടുന്ന മൃതദേഹാവശിഷ്ടങ്ങളാണ്. അത് 5 പേരുടേത് തന്നെയാണോ എന്ന് നമുക്ക് ഉറപ്പില്ല. ഉറപ്പിക്കേണ്ടത് അധികൃതർ തന്നെയാണ്. വേള കഴിഞ്ഞ്